Dear students, we are discussing regarding techniques of capital budgeting. Under techniques, we are having traditional methods and modern method. In that urgency method, we are already finished, isn't it? Yesterday, we have discussed regarding urgency method. Today, we are going to discuss regarding payback method. Okay. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പേ ബാക്ക് മെത്തേഡാണ്. അപ്പോൾ ഈ പേ ബാക്ക് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് സപ്പോസ് നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടാവും, എത്രയും പെട്ടെന്ന് വാട്ട് വി ഹാവ് ഇൻവെസ്റ്റഡ് വി ഷുഡ് ഗെറ്റ് ഇറ്റ് ബാക്ക് അല്ലേ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം. അപ്പോൾ അതിനെയാണ് പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇഫ് സപ്പോസ് എൻ്റെ അടുത്തൊരു 5 lakh rupees ഉണ്ട്, പ്രൊജക്റ്റ് എ പ്രൊജക്റ്റ് ബി ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത് തിങ്ക് ചെയ്യുന്നത് എന്താണ്, ഏത് പ്രൊജക്റ്റാണോ എത്രയും പെട്ടെന്ന് തിരിച്ച് എനിക്ക് തരുന്നത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് തിരിച്ചു തരുന്നത്, ആ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഏത് പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൽ പ്രൊജക്റ്റ് എ പ്രൊജക്റ്റ് ബി പറഞ്ഞിട്ട് രണ്ട് പ്രൊജക്ട്സ് ഉണ്ട്, എ ബി പറഞ്ഞിട്ട്. എൻ്റെ അടുത്ത് 5 lakh rupees ഉണ്ട്. പ്രൊജക്റ്റ് എയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 4 years കഴിയുമ്പോൾ വിതിൻ 4 years ഐ വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 5 lakh rupees എനിക്ക് എപ്പോൾ കിട്ടും, 4 years കിട്ടും. അതേസമയം പ്രൊജക്റ്റ് ബിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ഇറ്റ് വിതിൻ 3 years. 3 yearsനുള്ളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടും. അപ്പോൾ എനിക്ക് ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ, ദാറ്റ് ഈസ് പ്രൊജക്റ്റ് ബി അല്ലേ. കാരണം 3 yearsനുള്ളിൽ എനിക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടും. സോ ഇവിടെ പേ ബാക്ക് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ വിതിൻ ദ ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈമിൽ ഏത് പ്രൊജക്റ്റാണോ വാട്ട് എവർ വി ഹാവ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു തരുന്ന പ്രൊജക്റ്റ് ഏതാണോ ആ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, നമുക്ക് നോക്കാം എന്താണ് പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. So payback when an individual invests an amount in any type of investment, he or she always worried about the length of the time for getting the money back, isn't it? അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റേഴ്സ് ഏതെങ്കിലും ദാറ്റ് ഈസ് ഓൾവേസ് വറിയാണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് വെൻ എത്ര ടൈം എടുക്കും ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, ഗെറ്റ് ഇറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും എന്നുള്ളത് യൂഷ്വലി എല്ലാവർക്കും വറിയാണ്, isn't it? So when the firm goes to invest an amount in purchasing any fixed asset, it will explore the alternatives which may give money back soon. അപ്പോൾ ഇവിടെ ഒരു ഫേം, ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെഷീനറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ ഗോ ത്രൂ ദ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, പല ഓൾട്ടർനേറ്റീവ്സിലും പോയിട്ട് ദേ വിൽ അനലൈസ് വിച്ച് പ്രൊജക്റ്റ് വിൽ ഗിവ് ദ മണി ബാക്ക് സൂൺ. ഏത് പ്രൊജക്റ്റാണോ അവർ ഇൻവെസ്റ്റ് ചെയ്ത മണി റിട്ടേൺ ചെയ്യുന്നത്, ഏറ്റവും പെട്ടെന്ന് റിട്ടേൺ ചെയ്യുന്ന പ്രൊജക്റ്റ് ഏതാണോ എന്നുള്ളത് അവരെന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ഹിയർ ദ ബെസ്റ്റ് ടു ഇവാലുവേറ്റ് ദ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് പേ ബാക്ക് മെത്തേഡ്. അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് ഏത് പ്രൊജക്റ്റാണ് ഏറ്റവും വിത്ത് ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈമിൽ റിട്ടേൺ ചെയ്യുന്നത്, ഏത് പ്രൊജക്റ്റാണോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത് പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേ ബാക്ക് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ടെക്നിക്. ഈ ടെക്നിക്കിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വിച്ച് പ്രൊജക്ട് വിൽ റിട്ടേൺ ദ എമൗണ്ട്, ഇൻവെസ്റ്റഡ് എമൗണ്ട് ആസ് സൂൺ ആസ് പോസിബിൾ. ഏറ്റവും കുറഞ്ഞ ഇയറിൻ്റെ ഉള്ളിൽ തിരിച്ചു കൊടുക്കുന്ന പ്രൊജക്റ്റ്, റിട്ടേൺ ചെയ്യുന്ന പ്രൊജക്റ്റ് ഏതാണോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത് പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, so payback method is the length of time or period required to recover the initial cost of the project. അപ്പോൾ പേ ബാക്ക് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇനീഷ്യൽ കോസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പ്രൊജക്റ്റ് എത്ര ടൈം എടുക്കുന്നുണ്ട് റിക്കവർ ചെയ്യാൻ, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഏത് പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഡ്യൂറിങ് വിച്ച് ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്കവർഡ്. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യാൻ എത്ര എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് എടുക്കുന്നുണ്ടെന്ന് വി ക്യാൻ കാൽക്കുലേറ്റ്. ഇനി payback method is also called payout or payoff period or recoupment period or replacement period. So payback period na namukku different names we can indicate the payback method. So what are the different names? Payout, payoff period, recoupment period or replacement period. Okay, ini payback method വന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
രണ്ട് സിറ്റുവേഷനിൽ we can calculate the payback method. That is first one, when the annual cash inflows are equal. Annual cash inflows പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷം നമുക്ക് റിട്ടേൺ കിട്ടും അല്ലേ. അപ്പോൾ റിട്ടേൺ കിട്ടുന്നത് ഇഫ് ഇൻ ഓൾ ദ ഇയേഴ്സ് വി ആർ റിസീവിങ് ദ സെയിം എമൗണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ 5 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എല്ലാ വർഷവും 1 lakh rupees റിട്ടേൺ കിട്ടുന്നുണ്ട്. ഈക്വൽ എമൗണ്ട് ഓഫ് റിട്ടേൺ ആണ്, എവറി ഇയർ ഐ എം ഗെറ്റിംഗ് ബാക്ക് ദ സെയിം എമൗണ്ട് ഓഫ് റിട്ടേൺ ആണെങ്കിൽ what will be the formula, how we will calculate the payback period. So in that case our payback period formula will be the original cost of the project or cash outflow divided by annual net cash inflow or net earnings. അത് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം, I divided by C. Okay, first situation എന്താണ്, when the annual cash inflows are equal, in the every year we are receiving the same amount return, same amount of return ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ we want to apply this formula, I divided by C. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, when annual cash inflows are unequal. If ഇതിൽ ഒരു എക്സാമ്പിൾ we will denote with an example. ഏതിന് ഫസ്റ്റ് വൺ when annual cash inflow are equal എന്നുള്ള ഒരു എക്സാമ്പിൾ കഴിഞ്ഞിട്ട് we will go for the next one. For example, if a project involves a cash outlay of 5 lakh rupees, അപ്പം നമുക്ക് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എത്രയാണ്, ഔട്ട്ലേ 5 lakh rupees ആണ്. And generate cash inflow of rupees 1 lakh annually for 7 years. So 1 lakh rupees വെച്ചിട്ടാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, cash inflows, that is return I am receiving for 7 years എനിക്ക് കിട്ടുന്നുണ്ട്. So what is the formula, payback is equal to 5 lakh divided, our formula is original cost of the project divided by annual cash inflow, isn't it? So what is the original cost of the project is 5 lakh, annual inflow is how much, 1 lakh. So 5 years, so within 5 years I will get the amount back, whichever amount I have invested. I have invested 5 lakh rupees. ഇല്ല, ഞാൻ ഇവിടെ 5 lakh rupees ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 5 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് within 5 years, that is yearly I will get 1 lakh rupees, and within 5 years I will get it back. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. Okay, this is the which one, when the annual cash inflow are equal ആവുന്ന situation. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ പറയുന്നത് എന്താണ്, when annual cash inflow are unequal. That is unequal പറയുന്ന സമയത്ത് എന്താണ്, ഇവിടെ വന്നിട്ട് എല്ലാ വർഷവും എനിക്ക് 1 lakh rupees വന്നു, ഇവിടെ വന്ന amount will be the different. In 1 year 1 lakh, next year 50,000 or 80,000, like that amount goes on changes. If amount changes when a situation, how we can calculate the which one, payback method. Okay, in that situation the payback method is formula will be E plus B divided by C. E പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, number of years immediately preceding the year of final recovery. Then B means എന്താണ്, balance amount still to be recovered. C means cash inflow during the year of final recovery. So this is the formula. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, we want to find out the cumulative cash inflows ക്യുമുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം വന്നിട്ട് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ചെയ്തതിന് ശേഷം വേണം we want to apply this formula. Okay, so every year ഓരോ വർഷം കഴിയുമ്പോഴും എത്ര എമൗണ്ട് ആണ് ക്യുമുലേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, that is for if the cost of the project is, ഇവിടെ ശ്രദ്ധിക്കൂ, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, if the cost of the project is how much, 1 lakh rupees, and the cash inflow are in the first year 10,000, in the second year 15,000, third year 25,000, fourth year 30,000, fifth year 30,000, and pay back to recover the original investment. അപ്പോൾ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഓരോ വർഷവും നമ്മൾ ക്യുമുലേറ്റീവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇയർ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ചെയ്യണം. ഫസ്റ്റ് ഇയർ പറയുമ്പോൾ എത്രയാണ്, 10,000. ഓക്കെ, ഇനി സെക്കൻഡ് ഇയർ പറയുമ്പോൾ 10,000 പ്ലസ് 15,000. സോ ഇറ്റ് വിൽ ബി ഹൗ മച്ച്, 10 plus 15, 25,000. Okay, then this is the first year, second year. Then in the third year 25 plus 25, third year നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, 25. നമ്മൾ ആ പ്രീവിയസ് ഇയർ 25യുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 25 plus 25 എത്രയാണ്, 50,000.
Okay, cumulative ചെയ്യണം. Then fourth year we are having how much? 30,000. So 50,000 plus 30,000 എങ്ങനെയാണ്? 80,000. I am simple ആയിട്ട് ചെയ്യാണ്. ആക്ച്വലി ഇത് കോളംസും ടേബിൾസ് എല്ലാം വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, cumulative ചെയ്യാൻ. So it will be easy. Then in the fifth year, here you see ഫിഫ്ത്ത് ഇയറിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 30,000. സോ 80,000 പ്ലസ് 30,000 പറയുമ്പോൾ 1,10,000. ഓക്കെ, സോ ഹിയർ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ, ദാറ്റ് ഈസ് വെൻ വി ആർ ഗോയിങ് ടു റിക്കവർ ദ എമൗണ്ട്. റിക്കവർ ചെയ്യുന്ന എമൗണ്ട് എപ്പോഴാണ്? ഫോർത്ത് ഇയറിൽ 80,000 വരുന്നുണ്ട്, ബട്ട് ഇൻ ദ ഫിഫ്ത്ത് ഇയർ 1,10,000, ബട്ട് വി ആർ ഇൻവെസ്റ്റിംഗ് ഓൺലി 1,00,000 rupees. സോ അവർ വിച്ച് വൺ പേ ബാക്ക് പീരിയഡ് പറയുന്നത് ബിറ്റ്വീൻ ദ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഇയർ. ഫോർത്ത് ഇയറിനും ഫിഫ്ത്ത് ഇയറിനും ബിറ്റ്വീൻ ആണ് നമുക്ക് എന്ത് വരുന്നത്? പേ ബാക്ക് വരുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ നമ്പർ ഓഫ് ഇയേഴ്സ് ഇമീഡിയറ്റ്ലി പ്രിസീഡ് ദ ഇയർ ഓഫ് ദ ഫൈനൽ റിക്കവറി. ഫൈനൽ റിക്കവറി എപ്പോഴാണ്? ഫിഫ്ത്ത് ഇയർ. അപ്പോൾ ഈ ഫിഫ്ത്ത് ഇയറുടെ ജസ്റ്റ് എന്താണ്? പ്രിസീഡിങ് ഇയർ പറയുമ്പോൾ എത്രയാണ്? 4 years. അപ്പോൾ ഈ പറയുന്നത് 4 year പ്ലസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാലൻസ് എമൗണ്ട് സ്റ്റിൽ ടു ബി റിക്കവേർഡ്. ആഫ്റ്റർ ഫോർത്ത് ഇയറിൽ വാട്ട് ഈസ് ദ ബാലൻസ് എമൗണ്ട് ടു ബി റിക്കവേർഡ്? 80,000 ഉണ്ട്. നമുക്ക് വേണ്ടത് എത്രയാണ്? 1,00,000 rupees. സോ വാട്ട് ഈസ് ദ ബാലൻസ് എമൗണ്ട്? 20,000 കൂടി വി വോണ്ട് ടു റിക്കവർ. സോ 20,000 divided by, then C what is mean by C? Cash inflow during the year of final recovery. Final recovery എപ്പോഴാണ്? 5th year. But 5th year, like what is the cash inflow? That is 30,000. So 30,000. അപ്പോൾ 4 years plus 20 by 30. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4 plus 2 by 3. So 2 by 3, what is the 2 by 3 പറഞ്ഞു കഴിഞ്ഞാൽ 8 months, isn't it? അപ്പോൾ നമ്മളുടെ പേ ബാക്ക് പീരിയഡ് പറയുന്നത് എന്താണ്? 4 years and 8 months. സോ വിതിൻ 4 years and 8 monthസിനുള്ളിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് എന്ത് ചെയ്യാം? ഈ എമൗണ്ട് വാട്ട് എവർ വി ഹാവ് ഇൻവെസ്റ്റഡ് വി ക്യാൻ റിക്കവർ ഇറ്റ് ബാക്ക്. സോ ഇതാണ് രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ട് ദാറ്റ് ഈസ് അണ്ടർ പേ ബാക്ക് മെത്തേഡിൽ നമുക്ക് എന്തുണ്ട്? രണ്ട് ഫോർമുലാസ് വി ക്യാൻ അപ്ലൈ ഇഫ് when cash inflows are equal ആവുന്ന സിറ്റുവേഷനിലും when cash inflows are unequal ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രണ്ട് ഫോർമുലാസ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പേ ബാക്ക് നോക്കാം. പേ ബാക്കിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് ഈസിയാണ് അപ്ലൈ ചെയ്യാൻ, സിമ്പിളുമാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. കാരണം ഈ പേ ബാക്കിൽ നമ്മൾ എന്താ നോക്കുന്നത്? എത്രയും പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യുന്ന പ്രൊജക്റ്റ് ഏതാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ പ്രൊജക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നോ നീഡ് ഓഫ് എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് ഒന്നുമില്ല. ദെൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ക്യാഷ് ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. അപ്പോൾ ഈ പേ ബാക്ക് മെത്തേഡ് പറയുമ്പോൾ ക്യാഷ് ഫോർകാസ്റ്റ് ചെയ്യാൻ, കാരണം എപ്പോഴാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഫോർകാസ്റ്റ് ചെയ്യണം. അതേപോലെ ബഡ്ജറ്റിംഗ് ചെയ്യാം. സോ ഓൺ ദ ബേസിസ് ഓഫ് റിക്കവറി എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബഡ്ജറ്റിങ്ങും ചെയ്യാം, ക്യാഷ് ഫ്ലോ ഒക്കെ അനലൈസ് ചെയ്യാം. ഇനി തേർഡ് അഡ്വാൻറ്റേജ് നോക്കൂ. ദ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് പ്രോഫിറ്റബിളി ഫോർ ഷോർട്ട് ടേം ക്യാപിറ്റൽ പ്രൊജക്ട് വിച്ച് സ്റ്റാർട്ട് യീൽഡിങ് റിട്ടേൺ ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ്. അപ്പോൾ ഇത് യൂഷ്വലി ഷോർട്ട് ടേം ക്യാപിറ്റൽ പ്രൊജക്റ്റിനാണ് ഈ മെത്തേഡ് ഈസി ബെറ്റർ വൺ സൂട്ട് ആവുന്നത്. കാരണം എന്താണ്? ഇനീഷ്യൽ റിക്കവറി, ഇനീഷ്യൽ റിട്ടേൺ പെട്ടെന്ന് വരുന്ന പ്രൊജക്ട്സിലാണ് ഇത് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില പ്രൊജക്ട്സ് വിതിൻ ഇൻവെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഇയർ ഓൺവേഴ്സ് വി വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് ദ റിട്ടേൺ. സോ അങ്ങനെയുള്ള പ്രൊജക്ട്സിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ, ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ചില പ്രൊജക്ട്സിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 4 or 5 yearsന് ശേഷമായിരിക്കും റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്റ്റിൽ ഈ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ദെൻ ഫോർത്ത് വൺ എന്താണ്? ഇറ്റ് മിനിമൈസസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ് ത്രൂ ഒബ്സലൻസ്. അപ്പോൾ ഒബ്സലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്ഡേറ്റഡ് ആവുക. അപ്പോൾ ഈ മെത്തേഡ് പറയുന്നത് ഏറ്റവും സൂട്ട് ആവുന്നത് ഏതൊക്കെ പ്രൊഡക്റ്റാണ് വേഗം പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവുന്നത്, അങ്ങനെയുള്ള പ്രൊജക്ട്സിന് ഈ മെത്തേഡ് നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം ഏതൊരു പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുന്നതിന് മുമ്പ് ഇഫ് യു ആർ റിക്കവറിങ് ഇറ്റ് ബാക്ക് ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്, ഇസ്ന്റ് ഇറ്റ്? സോ ഇത് വന്നിട്ട് ഒബ്സലൻസ് ആവുന്ന ദാറ്റ് ഈസ് പ്രൊജക്ട്സ് ഒബ്സലൻസ് ആവുന്നത് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം പ്രൊജക്ട് ഔട്ട്ഡേറ്റഡ് ആവുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റിട്ടേൺ തിരിച്ചു കിട്ടുകയാണ്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ലിക്വിഡിറ്റി ദാറ്റ് ഈസ് നമ്മളുടെ ലിക്വിഡിറ്റി പൊസിഷനും റിക്കവർ ചെയ്യാനും ഈ മെത്തേഡ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ലിക്വിഡിറ്റി പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ ഫണ്ട് എപ്പോഴും ഉണ്ടാവും, ഇസ്ന്റ് ഇറ്റ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വേഗം തിരിച്ചു കിട്ടുകയാണ്. സോ അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താവുകയാണ്? സ്ട്രോങ് ആവുകയാണ്.
This method can be used for projects with a high uncertainty. സോ അൺസർട്ടൺ ആയിട്ടുള്ള പ്രൊജക്ട്സിന് ഈ മെത്തേഡ് എന്താണ് വെരി ഗുഡ് ആണ്. കാരണം അൺസർട്ടൺ പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കണമെന്നൊന്നും അറിയുന്നില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വേഗം പെട്ടെന്ന് തിരിച്ചു കിട്ടുന്ന പ്രൊജക്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലെ അൺസർട്ടണിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ആണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് പറയുന്നത് എന്താണ്, അഗൈൻ വൺ ഓഫ് ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് ഇഗ്നോർസ് ദ ടൈം വാല്യൂ ഓഫ് മണി. മണിയുടെ ടൈം വാല്യൂ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് വൺ എന്താണ്, ഇറ്റ് കംപ്ലീറ്റ്ലി ഇഗ്നോർസ് ദ ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ദ പേ ബാക്ക് പീരിയഡ്. പേ ബാക്കിന് ശേഷം എത്രയാണോ നമുക്ക് ക്യാഷ് ഫ്ലോ വരുന്നത് എന്നുള്ളത് ഏത് മെത്തേഡിൽ, ഈ മെത്തേഡിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് മെത്തേഡിൽ തന്നെ നോക്കുന്നത്, ഫോർ 7 years നമുക്ക് എന്ത് വരുന്നുണ്ട്, ക്യാഷ് ഇൻഫ്ലോ വരുന്നുണ്ട്. ബട്ട് വി ആർ കൺസിഡറിങ് ഓൺലി 5 years മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് ശേഷമുള്ള 2 years വരുന്ന ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതും വൺ ഓഫ് ദ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഇനി തേർഡ് വൺ എന്താ പറയുന്നത് നോക്കൂ, സംടൈംസ് എ പ്രൊജക്ട് ഹാവിങ് എ ഹയർ പേ ബാക്ക് പീരിയഡ് may be better than the low payback period owing to the higher return after the payback period. This is true in case of long term projects. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പേ ബാക്ക്, ഇനീഷ്യൽ പേ ബാക്ക് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചില പ്രൊജക്ട്സിന് എന്തായിരിക്കും, ഇനീഷ്യൽ പീരിയഡിന് ശേഷമായിരിക്കും ഹൈ റിട്ടേൺ ഉണ്ടാവുക ലോങ് പ്രൊജക്ട്സിനൊക്കെ. അപ്പോൾ നമ്മൾ അതൊന്നും ആ പോസ്റ്റ് പേ ബാക്ക് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാത്ത കാരണം ഇതെന്താണ്, വൺ ഓഫ് ദ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു A&B പറഞ്ഞ 2 പ്രൊജക്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 5 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 4 years ശേഷം പ്രൊജക്ട് എയിൽ ഞാൻ എനിക്ക് എന്ത് റിട്ടേൺ കിട്ടുന്നുണ്ട്, പ്രൊജക്ട് ബിയിൽ 3 years ശേഷം. ബട്ട് ഈ പ്രൊജക്ട് എയിൽ വന്നിട്ട് 4 years ശേഷം എനിക്ക് ഒരുപാട് റിട്ടേൺ കിട്ടുന്നുണ്ട്. ഈ പ്രൊജക്റ്റ് വന്നിട്ട് മാക്സിമം 25 years എനിക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതേസമയം ഈ പ്രൊജക്റ്റ് പറയുന്നത് ഓൺലി ഫോർ 10 years എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ പേ ബാക്ക് എളുപ്പമാണ് പറഞ്ഞിട്ട്, ദാറ്റ് ഈസ് ഷോർട്ടർ പേ ബാക്ക് പറഞ്ഞിട്ട് ഞാൻ പ്രൊജക്ട് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി ഈ പ്രൊജക്റ്റ് കൊണ്ട് എനിക്ക് ഇൻകം എത്ര വർഷത്തേക്ക് കിട്ടുന്നുള്ളൂ, ഫോർ 10 years മാത്രമേ കിട്ടുന്നുള്ളൂ. അതേസമയം ഈ പ്രൊജക്റ്റിൽ നോക്കുക, പ്രൊജക്ട് എയിൽ 4 years ആവുന്നുണ്ട് എനിക്ക് 5 lakh rupees കിട്ടാൻ. ബട്ട് ദിസ് പ്രൊജക്ട് ഈസ് വാല്യുബിൾ ഫോർ ഹൗ മെനി ഇയേഴ്സ്, 25 years വാല്യുബിൾ ആണ്. ഈ ആഫ്റ്റർ 4 years ശേഷം എനിക്ക് ഒരുപാട് ഇൻകം കിട്ടുന്നുണ്ട്. ബട്ട് ഇവിടെ പേ ബാക്കിൽ ഞാൻ അത് കൺസിഡർ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് വിച്ച് വൺ, പേ ബാക്ക് മെത്തേഡ് ഡിസ്അഡ്വാൻറ്റേജ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, ഇറ്റ് ഡസ് നോട്ട് മെഷർ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രൊജക്ട്, ഇറ്റ് ഇൻസിസ്റ്റ് ഓൺലി ഓൺ ദ റിക്കവറി ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പേ ബാക്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എപ്പോഴാണ് എനിക്ക് റിക്കവർ ചെയ്യുന്നത്, എപ്പോഴാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഐ എം നോട്ട് കൺസിഡറിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റിനെ പറ്റിയൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. Then next one എന്താണ്, it does not measure the rate of return. റേറ്റ് ഓഫ് റിട്ടേൺ എത്രത്തോളം ഉണ്ട്, റിട്ടേൺ പെർസെൻറ്റേജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, ഓൺലി പ്രോഫിറ്റോ റേറ്റ് ഓഫ് റിട്ടേണോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. എത്ര പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കിട്ടുന്നതെന്നൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ കൺസിഡറിങ് ഓൺലി എന്താണ്, ടൈം പീരിയഡ്, എത്ര ടൈമിൻ്റെ ഉള്ളിൽ, വിത്തിൻ ഹൗ മെനി ഇയേഴ്സ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ബാക്ക്, റിക്കവറി എമൗണ്ട്, റിക്കവറി ടൈം പീരിയഡ് മാത്രം നമ്മൾ എന്തിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ, പേ ബാക്കിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് വിച്ച് വൺ, പേ ബാക്ക് മെത്തേഡ് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇനി പേ ബാക്ക് ഏറ്റവും സൂട്ടബിൾ ആവുന്നത് എവിടെയൊക്കെയാണ് സൂട്ടബിൾ ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് വെൻ ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് ഈസ് കമ്പാരിറ്റീവ്ലി സ്മോൾ. പ്രൊജക്റ്റ് കോസ്റ്റ് വന്നിട്ട് ഏറ്റവും കുറവ് വരുന്ന സമയത്ത്, സ്മോൾ കോസ്റ്റ് വരുന്ന പ്രൊജക്റ്റ് മാത്രമാണ് ഇത് യൂസ്ഫുൾ. Then when the project is likely to be completed in a shorter period, short term projects for a few years ഉള്ള പ്രൊജക്ട്സിനാണ് ഈ മെത്തേഡ് സൂട്ടബിൾ. when only limited funds are available, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രയാണ്, വളരെ കുറച്ച് ലിമിറ്റഡ് ഫണ്ട്സ് ആണ് അവൈലബിൾ ആവുന്ന സിറ്റുവേഷനിലാണ് ഈ മെത്തേഡ് ആപ്ലിക്കബിൾ. when the cash earning capacity of the company is low, കമ്പനിക്ക് ഏർണിംഗ് കപ്പാസിറ്റി എന്താണ് ലോ ആവുന്ന സിറ്റുവേഷനിൽ ഈ മെത്തേഡ് യൂസ്ഫുൾ ആണ്. then last one എന്താണ്, when there is a chance of obsolescence due to the technological development, that is പ്രൊജക്ട്സിൽ വന്നിട്ട് ഒബ്സലൻസ് ആവുന്നത്, ഔട്ട്ഡേറ്റഡ് ആവുന്ന, കൂടുതൽ ഔട്ട്ഡേറ്റഡ് ആവുന്ന പ്രൊജക്ട്സ് ഒക്കെ ഏതാണ്, അങ്ങനെ ടെക്നിക്കലി ആയിട്ട് വരുന്ന പ്രൊജക്ട്സും ഒക്കെ നമുക്ക് ഏത് മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്, പേ ബാക്ക് മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ 5 സിറ്റുവേഷനിലാണ് നമ്മൾ ഏത് സൂട്ടബിൾ എന്ന് പറയുന്നത്, പേ ബാക്ക് മെത്തേഡ് സൂട്ടബിൾ എന്ന് പറയുന്നത്.